രാജ്യമെന്ന 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു കുതിരപ്പടയാളികളുടെ അകമ്പടിയിൽ കർത്തവ്യത്തിലെ പരേഡ് വേദിയിലെത്തും. രാഷ്ട്രപതി ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്യുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവും. കർത്തവ്യത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 77,000 പേർക്കാണ് ക്ഷണമുള്ളത്. നാരീശക്തിയാണ് ഇത്തവണത്തെ പരേഡിന്റെ ആശയം. സൈനിക പരേഡിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ടാബ്ലോകളും ഇതിന്റെ ഭാഗമാവും. കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. എന്തൊക്കെയാണ് ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികൾ? ഒപ്പം സുരക്ഷ ഏത് തരത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തുന്നതോടെയാണ് ദേശീയ തലത്തിലുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുക. രാജ്യത്തിന്റെ നാരീ ശക്തി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ്. ഈ പങ്കെടുക്കുന്നവരിൽ 80% വനിതകളാണ് എന്നതാണ് ഈ പ്രത്യേകത. വിവിധ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ പരേഡ് നയിക്കുന്നത് വനിതാ ഓഫീസർമാരാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ കർത്തവ്യപഥിൽ നടക്കുന്ന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശിഷ്ടാതിഥിയാകും. പരേഡിൽ അണിനിരക്കുന്ന 90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ 2 റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ആകാശത്ത് ഫ്ലൈ പാസ്റ്റും നടത്തുന്നുണ്ട്. ഇതുകൂടാതെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തവണത്തെ ഡൽഹി പോലീസിനെ നയിക്കുന്നത് മലയാളി കൂടിയും ആയിട്ടുള്ള തൃശൂർ ചാലക്കുടി സ്വദേശിനി, ഇപ്പോൾ അവർ ഡൽഹി നോർത്ത് ഡിസ്ട്രിക്ട് അഡീഷണൽ DCP ആണ്, ശ്വേതാ സുഗതൻ ആണ്. 147 അംഗ ഡൽഹി പോലീസ് സംഘത്തെയാണ് അവർ നയിക്കുക. CRPF സംഘത്തെ നയിക്കുന്നത് മലയാളിയാണെന്ന പ്രത്യേകതയുണ്ട്. മേഘ നായരാണ് ഈ സംഘത്തെ നയിക്കുന്നത്. നാവികസേനാ സംഘത്തിന്റെ മുൻനിരയിലെ 3 പ്ലാറ്റൂൺ കമാൻഡർമാരിൽ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ H ദേവികയും ഉണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ 100 വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖനാദത്തോടെയാണ് ഈ പരേഡ് ആരംഭിക്കുക. വിജയ് ചൗക്കിൽ നിന്ന് ആരംഭിക്കുന്ന പരേഡ് 5 കിലോമീറ്ററോളം സഞ്ചരിച്ച് നാഷണൽ മ്യൂസിയത്തിന്റെ പരിസരത്തായിരിക്കും അവസാനിക്കുന്നത്. കരസേനാ മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക ഉയർത്തുന്നതോടെയായിരിക്കും ഇത് തുടങ്ങുക. കരനാവിക വ്യോമ സേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച് പരേഡിൽ മാർച്ച് ചെയ്യും. നമ്മുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ദൃശ്യങ്ങളും ഈ പരേഡിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതിൽ 90 ടാങ്ക്, നാഗ് മിസൈൽ, പിനാക്ക റോക്കറ്റ്, കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ, അങ്ങനെ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ അടയാളമായിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ പരേഡ് മാറാനായിട്ട് പോകുന്നത്. ശരി, രാജ്യം എന്ന 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. വിപുലമായ പരിപാടികളാണ് രാജ്യമെങ്ങും ഒരുക്കിയിട്ടുള്ളത്. രാഷ്ട്രപതി ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്യുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാവും. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യമെന്ന 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന ദിവസം. വികസിത ഭാരത് എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം. നാരീശക്തിയുടെ വിളംബരം കൂടിയാണ് ഇത്തവണത്തെ പരേഡ് എന്നതും പ്രസക്തം. പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഇതാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം. രാജ്യം പരമാധികാര രാഷ്ട്രമായി മാറിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. ഇന്ത്യാ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം ആരംഭിക്കുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തി, സാംസ്കാരിക വൈവിധ്യം, സാങ്കേതിക പുരോഗതി എന്നിവ വിളിച്ചോതുന്ന പ്രൗഢഗംഭീരമായ പരേഡ്. രാഷ്ട്രപതി ഭവനു മുന്നിൽ പതാക ഉയർത്തുന്ന സമയത്തെ ഗൺ സല്യൂട്ട്. വിവിധ സേനാവിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരം. ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ വിദേശ രാജ്യത്തലവന്മാരാണ് അതിഥികളായെത്തുന്നത്. നാല് ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾ ജനുവരി 29 നടക്കുന്ന റിട്രീറ്റ് സെറിമണിയോടുകൂടി അവസാനിക്കും. എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ.
തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും. തുടർന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരാകും പതാക ഉയർത്തുക. ഇന്ന് വൈകുന്നേരം ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, കേരളത്തിലെ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തന, സംസ്ഥാനത്തെ ഔദ്യോഗികമായ റിപ്പബ്ലിക് ആഘോഷങ്ങളിലെ പരിപാടികളുടെ തുടക്കം അത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നാവും ആരംഭിക്കുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തുന്നതോടെയാണ് സംസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ തുടങ്ങുക. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യങ്ങൾ ഗവർണർ സ്വീകരിക്കും. അതിനുശേഷമാകും ഗവർണറുടെ റിപ്പബ്ലിക് സന്ദേശം. പിന്നാലെ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. അതിനുശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും. അങ്ങനെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങുകൾ നിലവിൽ തയ്യാറാക്കി ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് രാജ്ഭവനിലും അത്തരത്തിൽ പതാക ഉയർത്തൽ രാവിലെ 9:30 രാജ്ഭവനിലെ പതാക ഉയർത്തൽ, നിയമസഭയിൽ 9:30, KPCCയിൽ 10 മണിക്ക്, അങ്ങനെ വിപുലമായ നിലയിലുള്ള റിപ്പബ്ലിക് ദിനാഘോഷം എല്ലാ സ്ഥലങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സാധാരണഗതിയിൽ റിപ്പബ്ലിക് ദിനങ്ങളിൽ ഗവർണർ വസതിയിൽ നടത്തുന്ന, രാജ്ഭവനിൽ നടത്തുന്ന അറ്റ്ഹോം പരിപാടിയാണ്. അറ്റ്ഹോം എന്ന വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ക്ഷണമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ആക്രമണം കടുപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നില്ല. ഗവർണർക്കെതിരെ മൃദു സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം തന്നെ ഈ വിരുന്നിൽ പങ്കെടുത്തേക്കാം എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കീർത്തന. ശരി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തുന്നതോടെ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമാവും. സലീം മാലിക്കാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പതാക ഉയർത്തും. വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ രാവിലെ 9 മണിക്ക് അഭിവാദ്യം സ്വീകരിച്ച മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്കൂൾ ബാൻഡ് അടക്കം 32 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടാകും. 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മുൻ ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു ഉൾപ്പെടെ 5 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു. മുതിർന്ന BJP നേതാവ് O. രാജഗോപാൽ, ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഗായിക ഉഷ ഉദുപ്പ്, നടൻ ചിരഞ്ജീവി എന്നിവരുൾപ്പെടെ 17 പേർക്ക് പത്മഭൂഷണും 6 മലയാളികൾ ഉൾപ്പെടെ 110 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 132 പേരാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. 5 പേരെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കും. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, തെന്നിന്ത്യൻ നടൻ ചിരഞ്ജീവി, വൈജയന്തിമാല, നർത്തകി പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ. മുതിർന്ന BJP നേതാവ് O. രാജഗോപാൽ, ഗായിക ഉഷ ഉദുപ്പ്, മരണാനന്തര ബഹുമതിയായി ജസ്റ്റിസ് M. ഫാത്തിമ ബീവി, നടൻ വിജയകാന്ത് എന്നിവർക്കടക്കം 17 പേർക്കാണ് പത്മഭൂഷൺ. കാസർഗോഡ് സ്വദേശിയായ നെൽകർഷകൻ സത്യനാരായണ ബലേരി, തെയ്യം കലാകാരൻ EP നാരായണൻ, കഥകളി ആചാര്യൻ ഗുരു സദനം ബാലകൃഷ്ണൻ, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി, മരണാനന്തര ബഹുമതിയായി ചിത്രൻ നമ്പൂതിരിപ്പാട് എന്നിവർക്കടക്കം 110 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. 24 ഡൽഹി. ബീഹാറിലെ മഹാസഖ്യ സർക്കാർ തകർച്ചയിലേക്ക് എന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ BJPയുമായി ചർച്ച നടത്തിയതായി വിവരം. ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ നടന്നു. ബീഹാറിലെ സഖ്യകക്ഷി നേതാക്കളായ ജിതൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരുമായി നേതാക്കൾ ചർച്ച നടത്തി. BJP ദേശീയ നേതൃത്വത്തിന്റെ എന്ത് തീരുമാനവും അംഗീകരിക്കുമെന്ന് ചിരാഗ് അറിയിച്ചതായാണ് വിവരം. നിതീഷിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരം NDA കൺവീനർ സ്ഥാനം നൽകി രേണുദേവിയെ മുഖ്യമന്ത്രിയാക്കാൻ ആലോചിക്കുന്നതായി അഭ്യൂഹമുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിൽ പ്രവേശിക്കും മുൻപ് സർക്കാരിനെ മാറ്റാൻ BJP ലക്ഷ്യം വെക്കുന്നുവെന്നാണ് സൂചന. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. RK, ബീഹാറിലെ മഹാസഖ്യ ഒരു ഭിന്നതയിലേക്ക് പോകുന്നു എന്നാണോ അറിയാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ? തീർച്ചയായിട്ടും ആണ്. ബീഹാറിനെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം നിതീഷ് കുമാറിന്റെ സർക്കാർ RJD പിന്തുണയോടുകൂടി ഭരിക്കുന്നത്, അത്
വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ അവർ സ്വീകരിച്ച നിലപാട് ദേശീയ തലത്തിൽ തന്നെ BJPക്ക് തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിന് രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനം RJD സ്വീകരിച്ചത് കൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ തിരികെ NDA പാളയത്തിലേക്ക് തിരികെ എത്തിക്കുക എന്ന ഒരു തന്ത്രമാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. ബീഹാർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നിതീഷ് കുമാറാണ് ആദ്യം മുൻകൈ എടുത്ത് ഈ ചർച്ചകൾക്കുള്ള താല്പര്യം അറിയിച്ചിട്ടുള്ളത്. BJPയുടെ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം നടത്തി വരികയാണ്. ഈ ന്യായ് യാത്ര ബീഹാറിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിതീഷ് കുമാർ പങ്കെടുക്കുന്നില്ല. നിതീഷ് കുമാറിന് ഈ യാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാത്ത വിധത്തിൽ സർക്കാരിനെ താഴെ ഇറക്കുക, പകരം BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് JDUവിന് BJPയോളം സീറ്റില്ലെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു എന്ന ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP നിതീഷ് കുമാറിന് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള അനുവാദം നൽകിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബീഹാറിൽ BJP സർക്കാരിനെ യാഥാർത്ഥ്യമാക്കുക എന്നതായിരിക്കും ഇനി BJP ദേശീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതനുസരിച്ച് നിതീഷ് കുമാറിന് ഒരുപക്ഷെ NDAയുടെ കൺവീനർ സ്ഥാനം, അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം ലഭിക്കാത്തതിൽ അദ്ദേഹം വലിയ നിരാശനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ NDAയുടെ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നൊരു സമീപനമായിരിക്കും BJP സ്വീകരിക്കുക. ഏതായാലും നാടകീയമായിട്ട് കാര്യങ്ങൾ വഴിതിരിയുന്ന ഒരു സാഹചര്യം ബീഹാറിൽ നമുക്ക് കാണാൻ സാധിക്കും. ശരി, ബീഹാറിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മഹാസഖ്യ സർക്കാർ തകർച്ചയിലേക്ക് എന്നുള്ള സൂചന വരുന്നുണ്ട്. രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിനോട് നാളിതുവരെയുള്ള അമർഷം തീർത്തും പ്രകടിപ്പിക്കുന്നതായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമസഭയിലെ നിലപാട്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി രാജ്ഭവന് അധിക ഫണ്ട് അനുവദിച്ച വിവരം പ്രചരിച്ചതിലടക്കം ഗവർണർക്ക് വിയോജിപ്പുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പാലക്കാടുണ്ടായ SFI പ്രതിഷേധവും ഗവർണറെ ചൊടിപ്പിച്ചു. എന്നാൽ നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം. എന്നാൽ ഇതടക്കം ഗവർണർ സർക്കാർ പോര് നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച വീണ്ടും സഭ ചേരുമ്പോൾ ഈ വിഷയം ഉയർത്താനാണ് UDF ആലോചിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ 1.5 മിനിറ്റിൽ ഒതുക്കിയത് സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്തേക്കും. ഗവർണർക്കെതിരെ സ്വീകരിക്കേണ്ട തുടർ നിലപാടിൽ മുന്നണിക്കുള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെന്നാണ് സൂചന. ഗവർണർ പ്രസംഗം വായിച്ചത് തന്നെ വലിയ കാര്യമായി വിലയിരുത്തുന്ന ഒരു വിഭാഗമുണ്ടെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രീയമായി നേരിടണമെന്ന അഭിപ്രായമുള്ളവരും പാർട്ടിക്കുള്ളിലുണ്ട്. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് അന്തിമ നിലപാട് സ്വീകരിക്കും. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന നന്ദി പ്രമേയ ചർച്ചയിൽ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇടതുമുന്നണി വിമർശനങ്ങൾ ഉന്നയിക്കുക. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന NDA കേരള പദയാത്രയ്ക്ക് നാളെ കാസർകോട്ട് തുടക്കമാവും. താളിപ്പടപ്പ് മൈതാനിയിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനം ഫെബ്രുവരി 27-ന് പാലക്കാട് സമാപിക്കും. മോദി ഗ്യാരണ്ടി പുതിയ കേരളമെന്നാണ് പദയാത്രയുടെ പ്രധാന മുദ്രാവാക്യം. ഒരുപടി മുന്നേ തുടങ്ങിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ സമരപ്രഖ്യാപനവും ഗവർണർ സർക്കാർ പോരും കൂടുതൽ സജീവമാകുന്നതിനിടെയാണ് പദയാത്രയുടെ പര്യടനം. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം തുടരുന്നതിനൊപ്പം കേന്ദ്ര നേട്ടങ്ങൾ കൂടി ഊന്നിയായിരിക്കും രാഷ്ട്രീയ പ്രചാരണം. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ മാത്രമാണ്. പൊതുസമ്മേളനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളെ എത്തിക്കാനാണ് നീക്കം. ഫെബ്രുവരി 12-ന് തിരുവനന്തപുരത്തെ പദയാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലങ്ങളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും മതസാമുദായിക നേതാക്കളുമായും K. സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. 24 കാസർഗോഡ്. അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം KPCC പ്രസിഡന്റ് K. സുധാകരൻ MP കേരളത്തിൽ തിരിച്ചെത്തി. ഇന്ന് കണ്ണൂരിലേക്ക് തിരിക്കുന്ന സുധാകരൻ 29-ന് തലസ്ഥാനത്തെത്തും. മേ ക്ലിനിക്കിൽ ഡോക്ടർമാരുമായി നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ ചികിത്സാ രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണിയിലെ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ 29 മുതൽ സുധാകരൻ പങ്കാളിയാകും. K. സുധാകരനും VD സതീശനും നയിക്കുന്ന സംസ്ഥാനതല ജാഥയ്ക്ക് ഫെബ്രുവരി 9-ന് കാസർഗോഡ് തുടക്കമാവുന്ന സാഹചര്യത്തിൽ ജാഥയുടെ ഒരുക്കങ്ങളും വിലയിരുത്തും.
വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിക്കാനാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവ്. കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു പാൽരാജിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത്. ഈ മാസം 6-നാണ് വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധുവായ പാൽരാജ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഇയാളുടെ പേരിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. പിന്നാലെ പ്രതിയായ പാൽരാജും പോലീസിൽ പരാതി നൽകി. വണ്ടിപ്പെരിയാർ പോലീസ് പരാതി കോടതിക്ക് കൈമാറി. പീരുമേട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തത്. എന്നാൽ മകൾക്ക് വേണ്ടിയുള്ള നിയമപോരാട്ടം അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് പിതാവ് പ്രതികരിച്ചു. അപ്പീലിനൊക്കെ ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്രമിച്ച് നമ്മൾ കിടപ്പിലായി കഴിഞ്ഞാൽ അവർക്ക് നേട്ടം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് അവർ ഈ കോടതി പോലെ തന്നെ നമുക്ക് അവിടെയും വിജയം ഉണ്ടാകത്തില്ല. അവർക്ക് അനുകൂലമായിട്ട് ഇത് വെറുതെ വിടും, അവനെ വീണ്ടും വെറുതെ വിടും എന്നുള്ള ഒരു ധാരണയിലാണ് അവർ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ആക്രമണ സാധ്യതയുള്ളതിനാൽ പോലീസ് സംരക്ഷണം ശക്തമാക്കണമെന്നാണ് 6 വയസ്സുകാരിയുടെ കുടുംബത്തിന്റെ ആവശ്യം. പ്രതി അർജുനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ 6 വയസ്സുകാരിയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. ഇതിനിടയിലാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത്. 24 ഇടുക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങും വഴി അപകടത്തിൽപ്പെട്ട കാൽവിരൽ നഷ്ടമായ 10ാം ക്ലാസ്സുകാരൻ ആശുപത്രി വിട്ടു. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഫൈസലിനാണ് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽപ്പെട്ട് അപകടം സംഭവിച്ചത്. 20 ദിവസത്തിന് ശേഷമാണ് ഫൈസൽ വീട്ടിലേക്ക് മടങ്ങുന്നത്. വട്ടപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയാണ് ഫൈസലും സംഘവും കൊല്ലത്തെ കലോത്സവ നഗരി വിട്ടത്. ഫൈസലായിരുന്നു മണവാളൻ. എ ഗ്രേഡിന്റെ മുഞ്ചുമായി സംഘം യാത്ര ചെയ്തത് ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിൽ. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് തിരിയാൻ സ്ഥലമുണ്ടായിരുന്നില്ല. ഇതോടെ കൂട്ടുകാരും വാതിൽപ്പടിയിൽ ഇരിപ്പുറപ്പിച്ചു. മൺട്രോത്തുരത്തിന് സമീപത്തു വെച്ചാണ് അപ്രതീക്ഷിത അപകടമുണ്ടാകുന്നത്. കലോത്സവം കഴിഞ്ഞ് സന്തോഷത്തിലൊക്കെ എ ഗ്രേഡ് കിട്ടിയതിൽ വരാറുണ്ട്. ആ സന്തോഷത്തിൽ വന്നപ്പോൾ വേറൊരുത്തിനെ മാറ്റിയിട്ട് അവിടെ ഇരുന്നപ്പോൾ അത് പ്ലാറ്റ്ഫോമിലോട്ടായി പോയി. രാത്രി 1:30 പറ്റിയതാറുകൊണ്ട് മനസ്സിലായില്ലായിരുന്നു. പ്ലാറ്റ്ഫോമിൽ തട്ടി പിന്നെ സാറുമാരെ കൂടി ചെയിൻ വലിച്ച് അടുത്ത സ്റ്റോപ്പിൽ തന്നെ ആംബുലൻസ് ഏർപ്പാടാക്കി. രാജഗിരി കൊണ്ടുവന്നപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപകടത്തിൽ അറ്റുതൂങ്ങിയ ഇടതുകാലിലെ പെരുവിരൽ പൂർണ്ണമായും മുറിച്ചുമാറ്റി. കൊച്ചി സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയിൽ മറ്റു പരിക്കുകൾ ഭേദമായി. പ്ലാസ്റ്റിക് സർജറിയും 2 ശസ്ത്രക്രിയകളും പൂർത്തിയാക്കി. ഇന്നലെ വൈകിട്ടോടെ ഫൈസൽ ആശുപത്രി വിട്ടു. അവൻ്റെ ഒരു വിരൽ അങ്ങനെ പോയി. അതിന് 2 കാലിൻ്റെ പത്തിയുടെ ഭാഗത്ത് ഒത്തിരി മുറിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര അവന് വിഷമങ്ങളായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സംസാരിച്ച് അവൻ നല്ല ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായി. അവൻ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം ശരിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടീച്ചേഴ്സാണെങ്കിലും ഡോക്ടേഴ്സ്, സിസ്റ്റർമാർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പെരുമ്പാവൂർ തണ്ടേക്കാട് ജമാഅത്ത് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫൈസൽ പുതുജീവിതത്തിലേക്കാണ് നടന്നു തുടങ്ങുന്നത്. 24 കൊച്ചി. വയനാട്ടിൽ ഏറ്റവും അധികം സഞ്ചാരികളെത്തുന്ന മേപ്പാടി ചൂരൽമല റോഡിന്റെ ദുരവസ്ഥയ്ക്ക് മോചനം. റോഡിന്റെ നവീകരണത്തിന് നടപടികളായി. ഫെബ്രുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കി. കുഴി നിറഞ്ഞ പാതയിലൂടെ ദുരിതയാത്ര നടത്തി വേണം മേപ്പാടിയിൽ നിന്ന് പുത്തുമലയും ചൂരൽമലയും 900 കണ്ടിയും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. 3000-ലധികം കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക വഴിയാണിത്. 2018 നവംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുകയായിരുന്നു. കരാറുകാർ പാതി വഴിയിൽ പദ്ധതി ഉപേക്ഷിച്ചു. നിലവിൽ 26.58 കോടി രൂപ ചെലവിൽ നവീകരണം പൂർത്തിയാക്കാനാണ് നീക്കം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കരാർ. സർവേ നടപടികൾ പൂർത്തിയായാൽ നിർമ്മാണം തുടങ്ങും. കിഫ്ബിയിൽ, കെയർ ഓഫ് ബിയിൽ, മന്ത്രിതലത്തിൽ, കലക്ട്രേറ്റിൽ, പ്രാദേശികമായി MLA ഓഫീസിൽ ഒക്കെ നിരന്തര മീറ്റിങ്ങുകൾ നടന്നതായിരിക്കുന്ന ഒരു പ്രയാസകരമായ ദൗത്യമായിരുന്നു മേപ്പാടി ചൂരൽമല റോഡ്. ഇനി അതിൻ്റെ സർവേ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സർവേ പൂർത്തിയാവും. അതിൻ്റെ മിനിറ്റ്സ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എഗ്രിമെൻ്റ് ഒപ്പുവെക്കുകയും സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യും, പ്രവൃത്തിയും ആരംഭിക്കും. സമയത്തിന് തന്നെ ഈ വർക്ക് പൂർത്തീകരിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന പ്രദേശമാണിത്. 12 കിലോമീറ്ററാണ് റോഡിന്റെ ദൈർഘ്യം.
ഇതിൽ 9 കിലോമീറ്റർ ദൂരവും HML, പോഡാർ, AVT തുടങ്ങിയ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാരുമായി കേസ് നിലവിലുള്ളതിനാൽ റോഡ് നവീകരണത്തിന് ഭൂമി വിട്ടു നൽകാൻ എസ്റ്റേറ്റ് ഉടമകൾ സന്നദ്ധരല്ല. അതിനാൽ ഈ മേഖലയിൽ വീതി കുറച്ചാകും നിർമ്മാണമെന്ന പ്രതിസന്ധിയുമുണ്ട്. 24 വയനാട്. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് കേവലം ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. മലയാളികൾക്ക് പുതിയ വാർത്താ സംസ്കാരം പരിചയപ്പെടുത്തിയ 24 സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തെ ആകാംക്ഷയോടെയാണ് കാണുന്നതെന്ന് ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞു. ലോക ടെലിവിഷനിൽ പുതുചരിത്രം 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24ന്റെ പ്രിയ അവതാരകരും കലാകാരന്മാരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കാനൊരുങ്ങുന്ന 24നെ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നുവെന്നാണ് പാലക്കാട് MLA ഷാഫി പറമ്പിൽ പറയുന്നത്. മുൻപെങ്ങും ഇത്തരമൊരു കാര്യത്തെപ്പറ്റി കേട്ടിട്ടില്ലെന്നും 24 സമ്മേളനം വൻ വിജയമായി തീരുമെന്നും ഷാഫി പറമ്പിൽ. ഓൺലൈനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈവായിട്ട് ചർച്ച നടക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് നോക്കിയും മറുപടി പറയുന്നതും മൊബൈലിൽ വരുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഫിസിക്കലി, വെർച്വലി അല്ലാതെ ഫിസിക്കലി പ്രേക്ഷകരുടെ ഒരു വലിയ ഗ്യാതറിങ് വിളിച്ചു ചേർത്ത് ചെറിയ സ്റ്റേജ് ഷോസും ഇവൻസും അല്ലെങ്കിൽ ചില പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം എന്നൊരു ചാനലിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനം ഒരു ചാനൽ സംഘടിപ്പിക്കുമ്പോൾ അത് എത്തരത്തിലായിരിക്കുമെന്ന് കാണാൻ ഏറെ കൗതുകമുണ്ടെന്നും സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ആദ്യമായി ഒരു ചാനൽ അതിൻ്റെ പ്രേക്ഷകരെ വെച്ചിട്ടൊരു സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തോന്നുന്നത് കൗതുകം തന്നെയാണ്. എങ്ങനെയാണ് ഇത് നടക്കാൻ പോകുന്നത്? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള ധാരാളം ലക്ഷക്കണക്കിനായ മലയാളികൾ 24ൻ്റെ പ്രേക്ഷകരാണ്. 24ൻ്റെ ഈ സമ്മേളനത്തിൽ, പ്രേക്ഷക സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടൊരു പ്രേക്ഷകർ എന്ന നിലയിൽ ഞാനും ആ സമ്മേളനത്തിന്റെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നു. 28-ന് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. ബ്രഹ്മാണ്ഡ സദസ്സിന്റെ ഭാഗമാകാനുള്ള രജിസ്ട്രേഷൻ അന്തിമഘട്ടത്തിലാണ്. 24 പാലക്കാട്. 8 വർഷം മുൻപ് വിദേശത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വടക്കാഞ്ചേരി സ്വദേശിനി സജിത മുരളിക്ക് നഷ്ടമായത് നല്ല പാതിയെ. മാനസികമായും സാമ്പത്തികമായും തളർന്നു. ആശ്രയമാകുമെന്ന് കരുതിയ ഇൻഷുറൻസ് തുക ഇനിയും ലഭിച്ചിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക നില തകർന്നുവെന്ന മറുപടിയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സജിത. ഞാൻ 21 ദിവസം അവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ. അത്രയും നാൾ ഇവരുടെ അച്ഛനമ്മയ്ക്ക് സുഖമില്ലാതെ, അമ്മ ഒരു 6 വർഷം സുഖമില്ലാതെ, അച്ഛനും അതൊരു 7 വർഷം. ഒരു വശം തളർന്ന് അങ്ങനെയൊക്കെ അവരെന്നെയും രണ്ടുപേരും നോക്കിക്കഴിഞ്ഞ് ഞാൻ ജീവിക്കാൻ പോയതാ. അപ്പോൾ 21 ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങനെ സംഭവിച്ചു. പ്രാരാബ്ദങ്ങൾ ഇറക്കി വെച്ച് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. 2016 മാർച്ച് 26-ന് വിധി സജിതയുടെ സന്തോഷം അപഹരിച്ചു. രാവിലെ ജോലിക്ക് പോയിരുന്നു ചേട്ടൻ. ജോലിക്ക് പോകുന്ന സമയത്ത് കാർ അപകടത്തിൽ പെട്ടത്. ഒരു അറബിയുടെ വണ്ടി വന്നിട്ട് ഇടിച്ചെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അവിടെ നിന്നുള്ള റിപ്പോർട്ട്. അതിൽ 3 പേരുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ചേട്ടനും വർക്കി എന്ന് പറഞ്ഞ തൊടുപുഴയുള്ള ആളും മരിച്ചു. യൂജി എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെട്ടു. ആ ദുരന്ത വാർത്ത സജിതയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. രാവിലെ പോകുമ്പോൾ ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ചോറും കറിയൊക്കെ ആക്കി. എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കൂടെയുള്ള അടുത്ത ഫ്ലാറ്റിലെ റൂമിലെ ആൾക്കാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രം അറിഞ്ഞിട്ടുണ്ടായില്ല. അവരെന്നോട് പറഞ്ഞില്ല. അപ്പോൾ അവരുടെ മക്കളെ നോക്കണ ആ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞില്ല, ഒരു ആക്സിഡൻ്റ് ആണ്, സീരിയസ് ആണ്. അപ്പം തന്നെ ഞാൻ ബോധം കിട്ട് വീണു. അങ്ങനെ ജീവിക്കാൻ വന്നിട്ട് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇതായിപ്പോയി. പിന്നെ ബോധമൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ ഞാൻ നോർമലായിരുന്നില്ല. മാനസികമായി തളർന്ന സജിതയെ അവിടെയുണ്ടായിരുന്ന മലയാളികൾ നാട്ടിലെത്തിച്ചു. വിമാനത്താവളത്തിൽ കാത്തുനിന്ന അച്ഛനും അമ്മയും ചേട്ടനും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മാസങ്ങൾ നീണ്ട ചികിത്സ. ഓർമ്മ തിരികെ എത്തിയപ്പോൾ ഭർത്താവിന്റെ വീട് പോലും ബന്ധുക്കൾ കൈയടക്കി. ചേട്ടന്റെ വീട്ടിലാണ് ഇന്നും താമസം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഭർത്താവിന്റെ ഇൻഷുറൻസിനായി ഇന്ത്യൻ എംബസി വഴി കുവൈറ്റിൽ കേസ് നൽകിയത്. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് 2020 ഫേവറായി വന്നിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധിയുടെ പകർപ്പാണ് എൻ്റെ കയ്യിൽ. 2023 ഇതിപ്പോൾ ഇൻഷുറൻസുകാരുടെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ അടക്കമുള്ള ഓഫീസുകളിൽ അപേക്ഷ നൽകി. പക്ഷേ പരിഹാരമുണ്ടായില്ല.
2025 മാർച്ചിലേക്ക് 8 വർഷവും മരിച്ചിട്ട്. ഇനി ഞാൻ എവിടെ പോകണം, ആരോട് അന്വേഷിക്കണം ഒന്നും എനിക്കറിയില്ല. എനിക്ക് ജീവിക്കണ്ടേ, ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ താമസിക്കണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വയസ്സായ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ, ചേട്ടൻ്റെ കൂടെ, ചേട്ടത്തിയമ്മ അവരുടെ കൂടെ ഇപ്പം ഞാൻ. അങ്ങനത്തെ ഒരവസ്ഥ. വിളിച്ചാൽ ഫോണെടുക്കാത്ത വിദേശത്തെ അഭിഭാഷകനിലും മറുപടിയില്ലാത്ത മെയിലുകളിലും പ്രതീക്ഷയർപ്പിച്ച് അർഹമായ ഇൻഷുറൻസ് തുകയ്ക്കായി കാത്തിരിക്കുകയാണ് സജിത മുരളി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഇതോടെ പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.